ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് ചർച്ചകൾ ഉണ്ടാവും. അത് എന്താ പാരന്റിന്റെ പ്രശ്നം കൊണ്ടാണ്, സോഷ്യൽ മീഡിയയുടെ പ്രശ്നമാണ്, സിനിമയുടെ പ്രശ്നമാണ്, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ്, ലോകം അവസാനിക്കാൻ പോവാണ്, ഇങ്ങനെ തുടങ്ങിയ കുറേ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും. എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കെ തന്നെ നമ്മൾ മാറ്റിപ്പിടിക്കേണ്ട ഒരു സാധനമാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പാരന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഏജ് ഒരു ജനറേഷനെ നമ്മളുടെ പാരന്റ് വളർത്തിയതുപോലെ വളർത്തണമെന്നോ ആ കാലഘട്ടത്തിലെ മുഴുവൻ കാഴ്ചപ്പാടുകളും ശരിയായിരുന്നോ എന്നല്ല പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആ കാലത്ത് നമുക്ക് കിട്ടിയിരുന്ന നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല, അല്ലെ? നമുക്ക് അത്തരം പരിഗണന ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മുടെ കുട്ടീനെ വേറൊരു വ്യക്തിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നു, അവർക്കൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നു. പണ്ടൊക്കെ നമുക്കൊരു 5 രൂപ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ചോദിക്കണം, അല്ലെ? അതിന്റെ 100 കാര്യവും കാരണവും ഒക്കെ ചോദിക്കും. ഇപ്പൊ നമ്മൾ ATM കാർഡ് എടുത്ത് അങ്ങ് കൊടുക്കുകയാണ്, ഇഷ്ടമുള്ളത് മേടിക്കും. അതല്ല, ഇനിയിപ്പം സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തുടങ്ങി 7th വരെ ഉള്ള ഒരു സ്കൂളാണെങ്കിൽ എല്ലാവരെയും കൂടി പിടിച്ചിട്ടാലും ഒരു ബസ് നിറയണമെന്നില്ല. കാരണം സ്കൂളിൽ നിന്ന് ടൂർ പോകാനുള്ള പെർമിഷൻ ഒന്നും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മളൊരു സ്കൂൾ ലെവൽ അല്ലെങ്കിൽ ഒരു +2 ലെവലിലൊക്കെ തന്നെ ഒരു റെക്കോർഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ഞാൻ ആകെ ടയേർഡാണ്, അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചില്ലാവാനായിട്ട് വിടുന്ന പാരന്റ്സ് ആണ്. മുൻപ് സമയത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമുക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്, പ്രത്യേകിച്ച് അമ്മമാരിങ്ങനെ വന്ന് ഭയങ്കര ക്ലീനിങ് ആയിരിക്കും, അല്ലെ? അവര് ശരിക്കും പറഞ്ഞാല് അത് അവരുടെ ഒരു ടാറ്റിക്സ് ആണ്. ആരോടാണ് ഇവര് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് നമ്മളോട് ചോദിക്കാതെ തന്നെ കണ്ടെത്തുക എന്നുള്ളത്. പക്ഷെ ആ ഒരു കാലഘട്ടത്തില് ഞാനൊരു വാടാ പോടാ ടേംസ് അല്ലെങ്കിലും അച്ഛനെ കയറി ഒസേപ്പാട്ടാന്ന് വിളിക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ പോലും നമ്മളൊന്ന് ആബ്സെന്റ് മൈൻഡഡ് ആയിക്കഴിഞ്ഞാൽ അവർ ടക്കെന്ന് പിടിക്കുമായിരുന്നത്. അതല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടും. ഇപ്പൊ ഞാൻ സ്കൂൾ വിട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ പോകുമ്പോൾ ആൾക്ക് ഇങ്ങനെ ടാറ്റ കൊടുത്തിട്ടാണ് പോകും. എപ്പോഴെങ്കിലും ഞാനത് വിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ട് പോവുകയാണെങ്കിൽ ആൾ ഉപ്പാനെ കാണുമ്പോൾ പിന്നെ പറയും, എന്താണോ മോൾ ഇന്നലെ ഭയങ്കര വിഷമത്തിലായിരുന്നല്ലോ പോയിരുന്നത്. അപ്പൊ അദ്ദേഹം അത് നോട്ട് ചെയ്യുന്നതും അത് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അല്ലെ? നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് തന്നെ കുട്ടികളെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, നിങ്ങൾ വളർത്തിയതുപോലെ ഒന്നല്ല ഞങ്ങൾ കുട്ടികളെ വളർത്തുന്നത്, മാക്സിമം ഫ്രീഡം കൊടുത്തിട്ടാണ്. അപ്പൊ അവർക്ക് അവരുടെ ഒരു സ്പേസ് കൊടുക്ക് പ്ലീസ് ഒക്കെ പറയും നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനോട്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത്, നമ്മൾ നമ്മുടെ കുട്ടീനോട് പൊതുവില്, അതായത് ഒരു ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര കൂട്ടാണ്. കുട്ടിയുടെ തോളിൽ ഇങ്ങനെ കൈയിട്ട് പോകുന്ന ഒരു പാരന്റ് ആണെങ്കിൽ പോലും പലപ്പോഴും കുട്ടിയുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാനായിട്ട് പാരന്റിന് പറ്റുന്നില്ല. കാരണം കുട്ടി ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ടെറസിലേക്ക് പോകും, അല്ലെങ്കിൽ റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ സംസാരിക്കും. നമ്മളത് നോക്കുന്നേ ഇല്ല. നമുക്കൊരു ഭാരം ഒഴിഞ്ഞ പോലെ. അവർക്കെല്ലാം അറിയാമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ കുട്ടി എന്താണ് ഫോണിൽ സെർച്ച് ചെയ്യുന്നത്, ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡല്ല. നമ്മൾ അവരോട് കാര്യമായ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളപ്പോൾ കാശ് എടുത്ത് കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ, ഒരു ATM കൗണ്ടർ പോലെയാണ്. എല്ലാവരുടെ കാര്യമല്ല, കുറെ പേരൊക്കെ നന്നായിട്ട് തന്നെ കുട്ടികളോടൊപ്പം വളരുന്നുണ്ട്, നല്ല നല്ല കാഴ്ചപ്പാടുകളൊക്കെ കൊടുത്തിട്ട്. പക്ഷെ കുറേ പേരെങ്കിലും പറയാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. നമ്മൾ കുട്ടികളെ ഇല്ലായ്മകൾ അറിഞ്ഞ് വളരാൻ തന്നെ പഠിപ്പിക്കണം. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനും അതൊരു കോംപ്ലക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈഗോ ആയിട്ടൊന്നും വളർത്താൻ സമ്മതിക്കരുത്. അതുപോലെ മറ്റുള്ളവരുടെ മറ്റ് സമൂഹത്തിലെ മറ്റു കാഴ്ചകളെ കണ്ടു വളരാനായിട്ട്, അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ സ്വപ്നം കണ്ടു വളരാനായിട്ട്, നല്ല ഹെൽത്തി മൈൻഡ് സെറ്റോട് കൂടി വളരാനായിട്ട്, നല്ലതിന് നല്ലതും ചീത്തയുമായിട്ട് കാണാനുള്ള ഒരു വകതിരിവോട് കൂടിയൊക്കെ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. അത് നമ്മുടെ കുട്ടികളാണ്. അപ്പൊ ഇപ്പൊ ചിലരൊക്കെ പറയും കുട്ടികളെ നമ്മളുടെ ഒരു സ്വകാര്യ സ്വത്തല്ല, അപ്പൊ അതുകൊണ്ട് അവർ എന്തെങ്കിലും ആയിപ്പോട്ടെ, ഈ സൊസൈറ്റിക്ക് നാശക്കോടാലിയാക്കുന്ന രീതിയിൽ അവർ വളരട്ടെ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ സൊസൈറ്റിയുടെയും കൂടിയാണ്. അപ്പോൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലും അത്രയും പോന്ന ഒരു ജമ്മായിട്ട് വളരുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയുടെ ഒപ്പം നടന്നാലും ഇല്ലെങ്കിലും അവർക്കുണ്ടാകുന്ന ഓരോ അപ്സ് ആൻഡ് ഡൗൺ, ഇമോഷണൽ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കണക്ട് ചെയ്യാനായിട്ട്, സെൻസ് ചെയ്യാനായിട്ട് ഒരു പാരന്റിന് സാധിക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള പാരന്റിനോടാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആവുമ്പോഴാണ്
എന്താ പറയുക, നമുക്ക് അവരോടൊപ്പം അവരുടെ ടെക്നോളജി വളരുന്നതിനോടൊപ്പം നമ്മളെ ടെക്നോളജിക്കലായിട്ടുള്ള നമ്മളുടെ സ്കില്ലുകളെ വളർത്തി നമ്മുടെ കുറച്ച് നല്ല നല്ല തോട്ട് അവരിലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ പരസ്പരം കൊടുത്തും അറിഞ്ഞും വളരാനായിട്ട് നമ്മുടെ പുതിയ തലമുറയോടൊപ്പം തന്നെ നമുക്ക് നിൽക്കാം. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചെളിവാരി എറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.